എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങൾ നടക്കുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതും ഞാൻ കാണുന്നു. നിങ്ങളുടെ ഉള്ളിലെ നെടുവീർപ്പുകൾ എനിക്ക് അറിയാം. ആത്മാവ് ക്ഷീണിച്ച് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ പുറമേ ജീവിക്കുന്നതുപോലെ തോന്നിച്ചാലും ഉള്ളിൽ തളർന്നിരിക്കുകയാണ്. അതിനാലാണ് ഇന്ന് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. എന്നിലേക്ക് വരുവിൻ എന്ന എന്റെ വിളി നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങട്ടെ. നിങ്ങൾ പലരുടെയും ഉള്ളിൽ ഒരു നിശബ്ദ കരച്ചിലുണ്ട്. ആരോടും പറയാൻ കഴിയാത്ത ഒരു വേദന. വിശ്വാസം ഉണ്ടായിരുന്നിട്ടും മനസ്സിന് ശാന്തിയില്ല. പ്രാർത്ഥനകൾ വാക്കുകളായി പുറത്തുവരുമ്പോഴും ഹൃദയം ശൂന്യമാണ്. എന്റെ മക്കളെ, ആത്മീയ ക്ഷീണം ഒരു പരാജയമല്ല, അത് നിങ്ങൾ ഏറെ സഹിച്ചതിന്റെ അടയാളമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം വഹിക്കാൻ ശ്രമിച്ചതിന്റെ അടയാളമാണ്. അതിനാലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, ഇനി ഒറ്റയ്ക്ക് വേണ്ട. നിങ്ങൾ ശക്തരായി നിൽക്കേണ്ടവരായി നിങ്ങളെ തന്നെ നിർബന്ധിച്ചു. എല്ലാവർക്കും ആശ്രയമായിരിക്കണം, എല്ലാവരെയും താങ്ങണം എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ തന്നെ ആത്മാവിനെ മറന്നു. എന്റെ മക്കളെ, നിങ്ങളും വിശ്രമിക്കേണ്ടവരാണ്. നിങ്ങൾക്കും കൈപിടിച്ച് നയിക്കുന്ന ഒരു ശബ്ദം വേണം. അതാണ് എന്റെ ശബ്ദം. എന്നിലേക്ക് വരുവിൻ എന്ന എന്റെ വിളിയിൽ ശാസനയില്ല, കുറ്റപ്പെടുത്തലില്ല, അവിടെ വിശ്രമമുണ്ട്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നു, എനിക്ക് വിശ്വാസം കുറവായി പോയോ, ഞാൻ മാറിപ്പോയോ എന്ന്. എന്റെ മക്കളെ, നിങ്ങൾ മാറിയിട്ടില്ല, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു. അത്രമാത്രം. ഒരു യാത്രക്കാരൻ ദൂരം നടന്നാൽ കാലുകൾ വേദനിക്കുന്നതുപോലെ നിങ്ങൾ ആത്മാവിന്റെ ദൂരം നടന്നു തളർന്നിരിക്കുന്നു. അതിനാലാണ് ഞാൻ നിങ്ങളെ എന്റെ അടുക്കലേക്ക് വിളിക്കുന്നത്, ശിക്ഷിക്കാൻ അല്ല, ശ്വാസമെടുക്കാൻ. നിങ്ങൾ ചിലപ്പോൾ എന്നോട് പോലും ദേഷ്യം തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ? എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ല എന്ന്? അതിനായി നിങ്ങൾ ലജ്ജിച്ചു. എന്റെ മക്കളെ, നിങ്ങളുടെ സത്യസന്ധമായ ചോദ്യം എന്നെ അകറ്റുന്നില്ല. നിങ്ങൾ വേദനയോടെ ചോദിക്കുമ്പോൾ ഞാൻ കൂടുതൽ അടുത്തു വരുന്നു. കാരണം ഞാൻ നിങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. നിങ്ങളുടെ ആത്മാവ് വരണ്ട നിലം പോലെ തോന്നുന്നുണ്ടോ? ഒരിക്കൽ നിറഞ്ഞൊഴുകിയ സന്തോഷം ഇന്ന് ഓർമ്മയായി മാത്രം ബാക്കി നിൽക്കുന്നുണ്ടോ? എന്റെ മക്കളെ, വരണ്ട നിലത്തേക്കാണ് മഴ ഏറ്റവും ആവശ്യം. നിങ്ങൾ ശൂന്യമെന്ന് തോന്നുന്നിടത്തേക്കാണ് ഞാൻ ജീവജലം ഒഴുക്കുന്നത്. അതിനാലാണ് ഞാൻ വീണ്ടും വീണ്ടും വിളിക്കുന്നത്, എന്നിലേക്ക് വരുവിൻ. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കി ചിന്തിക്കുന്നു. അവർ ഉത്സാഹത്തോടെ ആരാധിക്കുന്നു, നിങ്ങൾക്ക് അതുപോലെ കഴിയുന്നില്ല. അവർ ഉറപ്പോടെ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് സംശയങ്ങളുണ്ട്. എന്റെ മക്കളെ, ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്റെ കണക്കിൽ തെറ്റല്ല. നിങ്ങൾ ഇവിടെ എത്തിയത് തന്നെ എന്റെ കൃപയാണ്. നിങ്ങളുടെ ആത്മീയ ക്ഷീണത്തിന്റെ പിന്നിൽ നിങ്ങൾ ഒളിപ്പിച്ച ഒരുപാട് കണ്ണീർ ഉണ്ട്. നിങ്ങൾ ആരും കാണാതെ കരഞ്ഞ രാത്രികൾ ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും മനസ്സ് ചിതറിയു പോകുന്ന നിമിഷങ്ങൾ ഉണ്ട്. എന്റെ മക്കളെ, ആ കണ്ണീർ ഞാൻ കണ്ടില്ലെന്ന് കരുതരുത്. അവ ഓരോന്നും എന്റെ കൈകളിൽ വീണിട്ടുണ്ട്. അതിനാലാണ് ഞാൻ നിങ്ങളെ എന്റെ നെഞ്ചിലേക്ക് വിളിക്കുന്നത്. എന്നിലേക്ക് വരുവിൻ എന്ന എന്റെ വിളി നിങ്ങൾ എല്ലാം ശരിയാക്കി വന്നോളണം എന്നൊരു നിബന്ധനയല്ല. നിങ്ങൾ തകർന്ന നിലയിൽ തന്നെ വരാം. വിശ്വാസം കുറവായിട്ട് വരാം. സംശയങ്ങളുമായി വരാം. കുറ്റബോധവുമായി വരാം. ഞാൻ നിങ്ങളെ അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം നിങ്ങൾ എന്റെ മക്കളാണ്. നിങ്ങൾ ചിലപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം ഇല്ലാതായതുപോലെ തോന്നുന്നു. ഒരിക്കൽ ഉത്സാഹം നൽകിയ കാര്യങ്ങൾ ഇന്ന് ഭാരമായി തോന്നുന്നു. അതിനാൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി. എന്റെ മക്കളെ, ക്ഷീണിച്ച ഒരാൾക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ലെന്നത് അവന്റെ കുറ്റമല്ല, അവന് വിശ്രമം വേണം. ആ വിശ്രമമാണ് ഞാൻ. നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത്, നീ എന്ത് ചെയ്തു എന്നല്ല, നിനക്ക് എന്താണ് വേദന എന്നതാണ്. കാരണം ഞാൻ നിയമത്തിന്റെ അച്ഛനല്ല, കരുണയുടെ അച്ഛനാണ്. നിങ്ങളുടെ ആത്മാവിന്റെ ഭാരം കുറക്കാൻ തന്നെയാണ് എന്റെ സാന്നിധ്യം. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, നിങ്ങൾക്ക് ഇനി ഒന്നും നൽകാൻ ഇല്ലെന്ന്. ആത്മാവ് ശൂന്യമാണ്, കൈകൾ ശൂന്യമാണ്. എന്റെ മക്കളെ, ശൂന്യമായ കൈകളോടെയാണ് നിങ്ങൾ എന്നിലേക്ക് വരേണ്ടത്. അപ്പോഴാണ് ഞാൻ അവ നിറയ്ക്കുന്നത്. നിങ്ങൾ നിറഞ്ഞവരായി വന്നാൽ എനിക്ക് ഇടം ഉണ്ടാകില്ല. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്ക് വീണ്ടും അടുത്തിരിക്കണം എന്നൊരു നെടുവീർപ്പുണ്ടെങ്കിൽ, അത് എന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. അതിനെ അവഗണിക്കരുത്. അതാണ് എന്റെ വിളിക്ക് നിങ്ങൾ നൽകുന്ന മറുപടി. നിങ്ങൾ ഒരുപാട് വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട, ചിലപ്പോൾ എന്റെ അടുക്കലേക്ക് വന്ന് മിണ്ടാതിരിക്കുക മതി. നിങ്ങളുടെ തല എന്റെ നെഞ്ചിൽ ചായ്ക്കുക മതി. അവിടെ നിങ്ങൾക്ക് വിശദീകരണം ആവശ്യമില്ല, അവിടെ നിങ്ങൾ സുരക്ഷിതരാണ്.
നിങ്ങളുടെ ആത്മീയ ക്ഷീണം നിങ്ങൾക്ക് ലജ്ജയായി തോന്നേണ്ട, അത് നിങ്ങളെ മനുഷ്യരാക്കുന്നു. നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നവരാക്കുന്നു. ഒരുനാൾ നിങ്ങൾ അനുഭവിച്ച ഈ വരണ്ട കാലം മറ്റൊരാളുടെ ആത്മാവിന് തണലായി മാറും. എന്റെ മക്കളെ, ഞാൻ നിങ്ങളെ വീണ്ടും വിളിക്കുന്നു. നിങ്ങൾ ഭാരപ്പെട്ടവരായാൽ, നിങ്ങൾ ക്ഷീണിച്ചവരായാൽ, നിങ്ങൾ ശ്വാസമുട്ടുന്നവരായാൽ എന്നിലേക്ക് വരുവീൻ. ഞാൻ നിങ്ങളെ പുറത്താക്കില്ല, ഞാൻ നിങ്ങളെ പരീക്ഷിക്കില്ല, ഞാൻ നിങ്ങളെ വിശ്രമിപ്പിക്കും. നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പതുക്കെ ശ്വാസമെടുക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എല്ലാറ്റിനും ഉത്തരം കിട്ടണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ആ സമാധാനം സാഹചര്യങ്ങളിൽ നിന്നല്ല, എന്റെ സാന്നിധ്യത്തിൽ നിന്നാണ്. നിങ്ങൾ ഇത്രയും കാലം പിടിച്ചുനിന്നത് തന്നെ ഒരു അത്ഭുതമാണ്. നിങ്ങൾ ഉപേക്ഷിച്ചില്ല, നിങ്ങൾ എല്ലാം അവസാനിപ്പിച്ചില്ല. അതിനാൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ആത്മീയ ക്ഷീണം നിങ്ങളുടെ അവസാന വാക്കല്ല, വിശ്രമം അതിനുശേഷമാണ്. ഇന്ന് ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ അല്പം തുറക്കൂ. വലിയ പ്രാർത്ഥന വേണ്ട, വലിയ വാഗ്ദാനം വേണ്ട. കർത്താവേ, എനിക്ക് നിന്നെ വേണം എന്നൊരു ഉള്ളിലെ വിളി മതി. ഞാൻ അത് കേൾക്കും. ഞാൻ അടുത്തുവരും. ഞാൻ നിങ്ങളെ എന്റെ കൈകളിൽ എടുത്തു വിശ്രമിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്നിലേക്ക് വരുവിൻ എന്ന എന്റെ വിളി ഇന്നും നിലനിൽക്കുന്നു. നാളെയും നിലനിൽക്കും. നിങ്ങൾ എത്ര ക്ഷീണിച്ചാലും എത്ര ദൂരെയായാലും എന്റെ അടുക്കൽ എത്താൻ ഒരിക്കലും വൈകുന്നില്ല, കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് വീണ്ടും ജീവൻ നേടും വരെ ഞാൻ നിങ്ങളെ വിട്ടുകളയില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങൾ വായിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. നിങ്ങൾ ക്ഷീണിച്ചു നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. പുറത്തു നിങ്ങൾ സാധാരണ പോലെ നടക്കുന്നു, സംസാരിക്കുന്നു, ചിരിക്കുന്നു. പക്ഷേ ഉള്ളിൽ ആത്മാവ് തളർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ വിളിക്കുന്നത്. എന്നിലേക്ക് വരുവിൻ. ഈ വിളി ഒരു ആജ്ഞയല്ല, ഒരു സ്നേഹനിമന്ത്രണമാണ്. നിങ്ങൾ പല നാളുകളായി ഒരു ഭാരം ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാരം എല്ലായ്പ്പോഴും പുറത്തു കാണിക്കണമെന്നില്ല, അത് ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ക്ഷീണമാണ്. വിശ്വാസം ഉണ്ടായിട്ടും വിശ്രമമില്ലാത്ത അവസ്ഥ, പ്രാർത്ഥനകൾ ഉണ്ടായിട്ടും ശാന്തിയില്ലാത്ത അവസ്ഥ. എന്റെ മക്കളെ, നിങ്ങൾ അങ്ങനെ ആയത് ഞാൻ കണ്ടില്ലെന്ന് കരുതരുത്. നിങ്ങൾ മിണ്ടാതിരുന്ന ഓരോ നെടുവീർപ്പും എന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കൽ ഉത്സാഹത്തോടെ എന്നോടൊപ്പം നടന്നിരുന്നു. ആ കാലം ഓർക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നുണ്ടോ? ഞാൻ മാറിപ്പോയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? എന്റെ മക്കളെ, നിങ്ങൾ മാറിയിട്ടില്ല, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു. സ്നേഹിച്ചവർക്കു വേണ്ടി, വിശ്വസിച്ചവർക്കു വേണ്ടി, ശരിയാകണം എന്നാഗ്രഹിച്ചവർക്കു വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നിരിക്കുന്നു. അതിനാലാണ് ഞാൻ പറയുന്നത്, ഇനി നിൽക്കൂ, ഇനി വിശ്രമിക്കൂ, എന്നിലേക്ക് വരുവിൻ. നിങ്ങൾ എല്ലാം സഹിച്ചിട്ടും ആരും നിങ്ങളുടെ ക്ഷീണം ശ്രദ്ധിക്കാത്തതുപോലെ തോന്നിയ നിമിഷങ്ങൾ ഉണ്ടല്ലോ. അന്ന് നിങ്ങൾക്കുള്ളിൽ ഒരു ചോദ്യം ഉയർന്നു, ദൈവമേ, നീ എന്നെ കാണുന്നില്ലേ? എന്റെ മക്കളെ, ഞാൻ നിങ്ങളെ കാണുന്നു. നിങ്ങൾ കരഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ തളർന്ന് ഇരുന്നപ്പോൾ ഞാൻ നിങ്ങളുടെ അരികിലിരുന്നു. നിങ്ങൾക്ക് അത് തോന്നിയില്ലായിരിക്കാം, പക്ഷേ എന്റെ സാന്നിധ്യം നിങ്ങളെ ഒരിക്കലും വിട്ടുപോയിട്ടില്ല. ആത്മീയ ക്ഷീണം നിങ്ങളെ ലജ്ജിപ്പിച്ചേക്കാം. മറ്റുള്ളവർ ഇങ്ങനെ അല്ലല്ലോ എന്ന ചിന്ത നിങ്ങളെ അലട്ടിയേക്കാം. എന്റെ മക്കളെ, ശക്തരെന്ന് തോന്നുന്നവർക്കും അവരുടെ സ്വന്തം രാത്രികളുണ്ട്. നിങ്ങൾ കാണുന്നത് പുറംമുഖം മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ പോരാട്ടം എന്നെ അകറ്റുന്നില്ല, അത് എന്നെ നിങ്ങളോട് കൂടുതൽ അടുപ്പിക്കുന്നു. നിങ്ങൾ പലപ്പോഴും എന്നോട് പറയാൻ ശ്രമിച്ചു, പക്ഷേ വാക്കുകൾ വന്നില്ല. പ്രാർത്ഥനയുടെ ഭാഷ പോലും ഭാരമായി തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായി. എന്റെ മക്കളെ, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സംസാരിക്കേണ്ട, ചിലപ്പോൾ എന്റെ അടുക്കലിരിക്കുക മതി. ഒരു കുട്ടി തളർന്നാൽ അച്ഛന്റെ മടിയിൽ ചാടുന്നതുപോലെ നിങ്ങൾ എന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കൂ. എന്നിലേക്ക് വരുവിൻ എന്ന എന്റെ വിളിയിൽ ഒരു വാഗ്ദാനം ഉണ്ട്. ഞാൻ നിങ്ങളെ വിശ്രമിപ്പിക്കും. വിശ്രമം എന്നത് എല്ലാം മാറിപ്പോകും എന്നതല്ല. വിശ്രമം എന്നത് മാറാത്ത സാഹചര്യത്തിനിടയിലും ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നതാണ്. ആ സമാധാനം ഞാൻ തന്നെയാണ്. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ തളർന്നു? എന്തുകൊണ്ട് മറുപടികൾ ഇല്ല? എന്റെ മക്കളെ, എല്ലാത്തിനും ഉത്തരം ഇപ്പോൾ നൽകാൻ കഴിയില്ല. ചില ഉത്തരം കാലം തുറന്നുതരും. ചില ഉത്തരം എന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ശാന്തിയായി അനുഭവപ്പെടും. എല്ലാം അറിഞ്ഞിരിക്കണം എന്നല്ല വിശ്വാസം. എന്റെ കൈ പിടിച്ചു നിൽക്കുന്നതാണ് വിശ്വാസം. നിങ്ങളുടെ ആത്മാവ് വരണ്ടതായി തോന്നുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തരുത്. മഴ കാത്തിരിക്കുന്ന നിലം കുറ്റക്കാരനല്ല, അത് തയ്യാറായിരിക്കുന്നു എന്നതാണ് സത്യം. അതുപോലെ നിങ്ങൾ ഇപ്പോൾ ശൂന്യമായി തോന്നുന്നത് ഞാൻ നിങ്ങളെ നിറയ്ക്കാൻ പോകുന്നതിന്റെ അടയാളമാണ്.
നിങ്ങൾ ഒരിക്കൽ നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടും കിട്ടില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. എന്റെ മക്കളെ, ഞാൻ നഷ്ടപ്പെട്ടതിന്റെ ദൈവമല്ല, പുതുക്കലിന്റെ ദൈവമാണ്. നിങ്ങൾ കരുതുന്നതിലും മനോഹരമായ ഒരു ശാന്തി ഞാൻ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അത് പഴയതിന്റെ പകർപ്പ് അല്ല, പുതിയ കൃപയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾക്ക് ഇനി ഒന്നും നൽകാൻ ഇല്ലെന്ന്. ആത്മാവ് ക്ഷീണിച്ചു, ഹൃദയം ശൂന്യം. എന്റെ മക്കളെ, അത്തരം അവസ്ഥയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ശൂന്യരായിരിക്കുമ്പോൾ ഞാൻ നിറവായി നിങ്ങളിൽ പ്രവേശിക്കുന്നു. നിങ്ങൾ ഒരുപാട് വാക്കുകൾ കേട്ടിട്ടുണ്ടാകും. ഉപദേശങ്ങൾ, ഉപാധികൾ, നിർദ്ദേശങ്ങൾ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ ലളിതമാണ്. എന്നിലേക്ക് വരുവിൻ. നിങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ട് വരണം എന്നില്ല, നിങ്ങൾ എല്ലാം ശരിയാക്കിയിട്ട് വരണം എന്നില്ല, നിങ്ങൾ വന്നാൽ മതി. നിങ്ങൾ ചിലപ്പോൾ എന്നിൽ നിന്ന് അകലെയായി പോയതായി തോന്നിയേക്കാം. എന്നാൽ എന്റെ മക്കളെ, നിങ്ങൾ എത്ര ദൂരെയായാലും ഒരു വിളി മതി. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഓടിവരും. നിങ്ങൾ ഒരു ചുവട് എന്റെ ദിശയിലേക്ക് വെച്ചാൽ ഞാൻ 100 ചുവട് നിങ്ങളുടെ ദിശയിലേക്ക് വെക്കും. നിങ്ങളുടെ ആത്മാവ് വീണ്ടും ജീവൻ നേടും. ഇന്ന് അല്ലെങ്കിൽ നാളെ, പക്ഷേ അത് സംഭവിക്കും. കാരണം ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ വിശ്വാസം ഒരു ചെറുതായി മാത്രം ശേഷിച്ചാലും അത് മതി. ഞാൻ ആ ചെറുതിൽ നിന്ന് വലിയ കാര്യങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾക്ക് തോന്നും നിങ്ങൾ വീണ്ടും പഴയ പോലെ ആയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ എന്റെ മക്കളെ, നിങ്ങൾ പഴയവരായി മടങ്ങേണ്ട, നിങ്ങൾ കൂടുതൽ ആഴമുള്ളവരായി മുന്നോട്ടു പോകണം. നിങ്ങൾ അനുഭവിച്ച ക്ഷീണം നിങ്ങളെ കൂടുതൽ കരുണയുള്ളവരാക്കും, കൂടുതൽ മനസ്സിലാക്കുന്നവരാക്കും. നിങ്ങൾ ഇന്നിവിടെ വരെ എത്തിയത് തന്നെ എന്റെ കൃപയാണ്. നിങ്ങൾ കൈവിട്ടില്ല, നിങ്ങൾ എല്ലാം അവസാനിപ്പിച്ചില്ല, നിങ്ങൾ ഇപ്പോഴും കേൾക്കുകയാണ്. അതാണ് പ്രത്യാശ. അതാണ് എന്റെ പ്രവർത്തനം. ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള എല്ലാ ഭാരവും എന്റെ മുമ്പിൽ വെക്കൂ. പേരിടാൻ കഴിയാത്ത വേദന പോലും. ഞാൻ അത് സ്വീകരിക്കും. നിങ്ങൾക്ക് ശ്വാസമെടുക്കാൻ ഇടം ഞാൻ സൃഷ്ടിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വീണ്ടും നിങ്ങളെ വിളിക്കുന്നു. ആത്മീയമായി ക്ഷീണിച്ചവരെ, ഭാരം ചുമന്നവരെ, വിശ്രമം നഷ്ടപ്പെട്ടവരെ, എന്നിലേക്ക് വരുവിൻ. ഞാൻ നിങ്ങളെ തള്ളുകയില്ല, ഞാൻ നിങ്ങളെ ശാന്തിയിലേക്ക് നയിക്കും. നിങ്ങളുടെ ആത്മാവ് വീണ്ടും പുഷ്പിക്കുന്നതുവരെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെയിരിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോഴും മനസ്സ് ഭാരപ്പെട്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നുമ്പോഴും ഇനി എനിക്ക് കഴിയില്ല എന്ന്, അത്തരം നിമിഷങ്ങളിലാണ് എന്റെ ശബ്ദം ഏറ്റവും അടുത്ത് കേൾക്കുന്നത്. നിങ്ങൾക്ക് അത് എല്ലായ്പ്പോഴും തിരിച്ചറിയാൻ കഴിയണമെന്നില്ല, പക്ഷേ എന്റെ വിളി നിങ്ങളെ ചുറ്റിപ്പറ്റി നിലകൊള്ളുന്നു. എന്നിലേക്ക് വരുവിൻ എന്നത് ഞാൻ ഒരിക്കൽ പറഞ്ഞ വാക്കല്ല, ഓരോ നിമിഷവും ഞാൻ ആവർത്തിക്കുന്ന സ്നേഹവാക്കാണ്. നിങ്ങൾ ആത്മാവിൽ ക്ഷീണിച്ചത് ഒരു നാളിൽ ഉണ്ടായതല്ല, അത് നാളുകളായി അടിഞ്ഞുകൂടിയ ഭാരങ്ങളുടെ ഫലമാണ്. നിങ്ങൾ സഹിച്ചു, മൗനം പാലിച്ചു, എല്ലാം ശരിയാണെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉള്ളിൽ നിങ്ങളുടെ ആത്മാവ് പതുക്കെ തളർന്നു. എന്റെ മക്കളെ, നിങ്ങൾ ഇങ്ങനെ ആയത് ഞാൻ കണ്ടില്ലെന്ന് കരുതരുത്. നിങ്ങൾ ശക്തരായി അഭിനയിച്ച നിമിഷങ്ങളിൽ പോലും നിങ്ങളുടെ ഉള്ളിലെ കരച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ പോരാട്ടം നടത്തുന്നത് എന്ന്. ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന്. നിങ്ങൾ പറയാതെ പോയ വേദനകൾ നിങ്ങളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നു. എന്റെ മക്കളെ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾ മിണ്ടാതിരുന്നാലും നിങ്ങളുടെ ആത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സംഭാഷണം ഞാൻ അവഗണിക്കുന്നില്ല. നിങ്ങൾ ഒരിക്കൽ എന്നെ വളരെ അടുത്ത് അനുഭവിച്ച നാളുകൾ ഓർക്കുന്നുണ്ടോ? ആ ദിവസങ്ങൾ ഇപ്പോൾ വളരെ ദൂരെയായി തോന്നുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ പിന്നോട്ട് പോയോ എന്ന്? എന്റെ മക്കളെ, അടുത്ത് ഉണ്ടായിരുന്ന സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ക്ഷീണിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ ബുദ്ധിമുട്ടുന്നു. ഒരു മേഘം സൂര്യനെ മറയ്ക്കുമ്പോൾ സൂര്യൻ ഇല്ലാതാകുന്നില്ല, അതുപോലെ തന്നെയാണ് എന്റെ സാന്നിധ്യം. നിങ്ങൾ പലപ്പോഴും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നു. എനിക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു, ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതായിരുന്നു എന്ന്. എന്റെ മക്കളെ, ഞാൻ നിങ്ങളുടെ പരിശ്രമത്തിന്റെ അളവിൽ നിന്നാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് കരുതരുത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ എന്റെ മക്കളായതിനാലാണ്. നിങ്ങളുടെ ക്ഷീണം എന്നെ നിരാശപ്പെടുത്തുന്നില്ല, അത് എന്നെ നിങ്ങളോട് കൂടുതൽ അടുപ്പിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് വിശ്രമം തേടുകയാണ്. പക്ഷേ നിങ്ങൾ വിശ്രമിക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നു. ഇനിയും സഹിക്കണം, ഇനിയും മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്റെ മക്കളെ, വിശ്രമം ഒരു ദൗർബല്യമല്ല, അത് വിശ്വാസത്തിന്റെ ഒരു രൂപമാണ്. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നു എന്ന് അത് പറയുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾക്ക് ഇനി പ്രാർത്ഥിക്കാനുള്ള ശക്തിയില്ലെന്ന്, വാക്കുകൾ കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന്.
എന്റെ മക്കളെ, പ്രാർത്ഥന എല്ലായ്പ്പോഴും വാക്കുകളായിരിക്കണമെന്നില്ല. ഒരു നെടുവീർപ്പ്, ഒരു കണ്ണീർ, ഒരു നിശബ്ദ കാത്തിരിപ്പ്, ഇവയൊക്കെ എന്റെ മുമ്പിൽ പ്രാർത്ഥന തന്നെയാണ്. നിങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയാത്ത നിമിഷങ്ങളിലാണ് ഞാൻ നിങ്ങളെ ഏറ്റവും ചേർത്തുപിടിക്കുന്നത്. നിങ്ങൾ ആത്മീയമായി ക്ഷീണിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷം നഷ്ടപ്പെട്ടതുപോലെ തോന്നിയേക്കാം. ഒരിക്കൽ ഹൃദയം നിറച്ചിരുന്ന ആരാധന ഇന്ന് ശൂന്യമായി തോന്നിയേക്കാം. അതിനാൽ നിങ്ങൾ ഭയപ്പെടുന്നു, ഇത് എന്നും ഇങ്ങനെ തന്നെയാകുമോ എന്ന്. എന്റെ മക്കളെ, രാത്രി എന്നും നിലനിൽക്കില്ല. നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത് ഒരു കാലഘട്ടമാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ കഥയല്ല. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ചെറിയ ആഗ്രഹം ശേഷിച്ചിരിക്കുന്നു. എനിക്ക് വീണ്ടും ജീവൻ വേണം എന്നൊരു ഉള്ളിലെ വിളി. അത് നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതല്ല, അത് എന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോഴും ആ വിളി നിലനിൽക്കുന്നു എന്നത് തന്നെ പ്രത്യാശയുടെ അടയാളമാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട, വലിയ വാഗ്ദാനങ്ങൾ ചെയ്യേണ്ട ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യമാണ്: എന്റെ അടുക്കലേക്ക് വരിക. നിങ്ങൾ തളർന്ന നിലയിൽ തന്നെ വരിക. നിങ്ങളുടെ ചോദ്യങ്ങളോടുകൂടി വരിക. നിങ്ങളുടെ സംശയങ്ങളോടുകൂടി വരിക. ഞാൻ നിങ്ങളെ അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾക്ക് ആരോടും നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ പറയാൻ കഴിയില്ലെന്ന്. എല്ലാവരും നിങ്ങളിൽ നിന്ന് ശക്തി പ്രതീക്ഷിക്കുന്നു. എന്റെ മക്കളെ, എന്റെ മുമ്പിൽ നിങ്ങൾക്ക് ശക്തരാകേണ്ടതില്ല. നിങ്ങൾക്ക് കരയാം. നിങ്ങൾക്ക് തളരാം. നിങ്ങൾക്ക് മൗനം പാലിക്കാം. എന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളുടെ ആത്മാവ് വീണ്ടും ശ്വാസമെടുക്കാൻ തുടങ്ങും. അത് ഒരു നിമിഷത്തിൽ സംഭവിക്കണമെന്നില്ല. പതുക്കെ, ശാന്തമായി, ഒരു പ്രഭാതത്തെപ്പോലെ അത് വരും. നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നതിനു മുമ്പേ നിങ്ങളുടെ ഉള്ളിൽ ഒരു ലഘുത്വം നിങ്ങൾ അനുഭവിക്കും. അത് എന്റെ കൃപയാണ്. നിങ്ങൾ ഒരുപാട് കാലമായി ചുമന്ന കുറ്റബോധം ഞാൻ എടുത്തുകളയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ ക്ഷമിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. എന്റെ മക്കളെ, ഞാൻ നിങ്ങളെ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബന്ധിപ്പിച്ചു നിർത്താൻ ആ കുറ്റബോധത്തിന് അധികാരമില്ല. നിങ്ങൾ മോചിതരാണ്. വിശ്രമിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് വീണ്ടും വീഴാമോ എന്ന ഭയം, വീണ്ടും ക്ഷീണിക്കുമോ എന്ന പേടി. എന്റെ മക്കളെ, നിങ്ങൾ വീണാലും ഞാൻ നിങ്ങളെ വിട്ടുപോകില്ല. നിങ്ങളുടെ ക്ഷീണം എന്നെ അകറ്റുന്നില്ല. നിങ്ങൾ വീണ്ടും എന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ വിശ്രമിപ്പിക്കും. എന്റെ ക്ഷമയ്ക്ക് പരിധിയില്ല. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ നിശ്ചലമായി തോന്നിയേക്കാം, ഒന്നും മുന്നോട്ട് പോകുന്നില്ലെന്ന്. പക്ഷേ എന്റെ മക്കളെ, വേരുകൾ ആഴത്തിൽ വളരുന്ന സമയത്ത് പുറത്ത് വളർച്ച കാണില്ല. നിങ്ങൾ ഇപ്പോൾ ഉള്ളിൽ വളരുകയാണ്. നിങ്ങൾ ശക്തമാകുകയാണ്, നിങ്ങൾക്ക് തന്നെ അത് തോന്നാതിരുന്നാലും. നിങ്ങൾക്ക് വീണ്ടും പാടാൻ കഴിയുന്ന ദിവസം വരും. വീണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൽക്കാൻ കഴിയുന്ന ദിവസം വരും. പക്ഷേ ആ ദിവസത്തിലേക്കുള്ള വഴി വിശ്രമത്തിലൂടെയാണ്. അതിനാലാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, എന്നിലേക്ക് വരുവേൻ. നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളെ മാറ്റാൻ ആദ്യം ശ്രമിക്കില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കും. ആ സ്നേഹത്തിലാണ് മാറ്റം സ്വാഭാവികമായി ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് തന്നെ അത് ശ്രദ്ധിക്കാം. നിങ്ങളുടെ ഹൃദയം മൃദുവാകുന്നു. നിങ്ങളുടെ ശ്വാസം ശാന്തമാവുന്നു. എന്റെ മക്കളെ, നിങ്ങൾ ഇത്രയും ദൂരം എത്തിയത് തന്നെ ഒരു അത്ഭുതമാണ്. നിങ്ങൾ ക്ഷീണിച്ചിട്ടും ഉപേക്ഷിച്ചില്ല. നിങ്ങൾ സംശയിച്ചിട്ടും തിരിഞ്ഞുപോയില്ല. നിങ്ങൾ ഇപ്പോഴും കേൾക്കുകയാണ്. അതാണ് എന്റെ കൃപയുടെ പ്രവർത്തനം. ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഉള്ളിലെ എല്ലാം തുറന്നു വെക്കേണ്ട ഒരു ചെറിയ സമ്മതം മതി. കർത്താവേ, ഞാൻ ക്ഷീണിച്ചു എന്നൊരു സത്യവാക്ക് മതി. ഞാൻ അത് കേൾക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. ഞാൻ നിങ്ങളെ എന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് വിശ്രമിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആത്മീയമായി ക്ഷീണിച്ചവർക്ക് ഞാൻ നൽകിയ വിളി ഇന്നും നിലനിൽക്കുന്നു. എന്നിലേക്ക് വരുവിൻ. ഈ വിളി അവസാനിക്കുന്നില്ല. നിങ്ങൾ എത്ര തവണ ക്ഷീണിച്ചാലും, എത്ര തവണ തളർന്നാലും എന്റെ അടുക്കൽ എത്താൻ ഒരിക്കലും വൈകുന്നില്ല. നിങ്ങളുടെ ആത്മാവ് വീണ്ടും ജീവൻ നേടും വരെ ഞാൻ നിങ്ങളെ വിട്ടുകളയില്ല. നിങ്ങൾ എന്റെ മക്കളാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇപ്പോഴും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ശബ്ദം നിങ്ങളെ അലട്ടാൻ അല്ല, നിങ്ങളെ ആശ്വസിപ്പിക്കാനാണ്. നിങ്ങൾക്ക് തോന്നാം, ഇത്രയും കേട്ടിട്ടും എന്റെ ഉള്ളിലെ ഭാരമൊന്നും പൂർണ്ണമായി മാറിയില്ലല്ലോ എന്ന്. എന്റെ മക്കളെ, ചില ഭാരം പതുക്കെ മാത്രം ഇറങ്ങുന്നതാണ്. അത് ഒരു നാൾ കൊണ്ട് പൊട്ടിപ്പോകുന്ന ചങ്ങലയല്ല, സ്നേഹത്തോടെ അഴിച്ചുമാറ്റേണ്ട കെട്ടുകളാണ്. അതിനാലാണ് ഞാൻ നിങ്ങളോട് ക്ഷമയോടെ സംസാരിക്കുന്നത്. നിങ്ങളുടെ ആത്മാവ് ചിലപ്പോൾ മുറിവേറ്റ കുഞ്ഞുപോലെ കോണിൽ ചുരുങ്ങിയിരിക്കുകയാണ്. വീണ്ടും വേദനിക്കുമോ എന്ന ഭയത്തിൽ അത് പുറത്തേക്ക് വരാൻ മടിക്കുന്നു. എന്റെ മക്കളെ, ഞാൻ ആ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തുന്നില്ല. ഞാൻ കൈ നീട്ടി വിളിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ ഇവിടെ ആണ് എന്ന്. നിങ്ങൾക്ക് വീണ്ടും വിശ്വസിക്കാൻ ധൈര്യം കിട്ടും വരെ ഞാൻ കാത്തിരിക്കും.
നിങ്ങൾ പലപ്പോഴും ഉള്ളിൽ പറയുന്നുണ്ട്, എനിക്ക് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടിയിരുന്നത് എന്തിന് എന്ന്. ആ ചോദ്യം നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാക്കിയേക്കാം. പക്ഷേ എന്റെ മക്കളെ, ആ ചോദ്യം തന്നെ നിങ്ങളുടെ സത്യസന്ധതയുടെ അടയാളമാണ്. നിങ്ങൾ യാന്ത്രികമായി ജീവിക്കുന്നില്ല, നിങ്ങൾ ആഴത്തിൽ അനുഭവിക്കുന്നു. ആ ആഴത്തിലാണ് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾക്ക് ഇനി കരയാൻ പോലും കണ്ണീർ ഇല്ലെന്ന്. എല്ലാം ഉണങ്ങിയതുപോലെ. എന്റെ മക്കളെ, കണ്ണീർ ഇല്ലാത്ത അവസ്ഥയും ഞാൻ അറിയുന്നു. അത് വേദനയുടെ അവസാനമല്ല, അതിന്റെ മറ്റൊരു രൂപമാണ്. അത്തരം നിമിഷങ്ങളിൽ നിങ്ങൾക്ക് കരയാൻ കഴിയാത്തിടത്ത് ഞാൻ നിങ്ങളുടെ വേണ്ടി കരയുന്നു. നിങ്ങൾ ഒരുപാട് നാളായി ചുമന്ന ഉത്തരവാദിത്വങ്ങൾ നിങ്ങളെ ക്ഷീണിപ്പിച്ചു. എല്ലാം താങ്ങണം, എല്ലാം ശരിയാക്കണം എന്ന ചിന്ത. പക്ഷേ എന്റെ മക്കളെ, ലോകത്തിന്റെ ഭാരം നിങ്ങളുടെ ചുമലിൽ വെച്ചത് ഞാൻ അല്ല. നിങ്ങളുടെ ചുമലിൽ നിന്നു ചില ഭാരങ്ങൾ ഇറക്കാൻ തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ ദൈവമല്ല, നിങ്ങൾ എന്റെ മക്കളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾ വിശ്വാസത്തിൽ പിന്നിലായി പോയതായി, മറ്റുള്ളവർ മുന്നോട്ട് പോയതായി. എന്റെ മക്കളെ, വിശ്വാസം ഒരു മത്സരമല്ല. ആരും നിങ്ങളെ മറികടന്നിട്ടില്ല. നിങ്ങൾ നടക്കുന്നത് ഞാൻ തിരഞ്ഞെടുത്ത വേഗത്തിലാണ്. ചിലർക്കു വേഗം, ചിലർക്കു ആഴം. നിങ്ങൾ ആഴത്തിലേക്കാണ് കൊണ്ടുപോകപ്പെടുന്നത്. നിങ്ങളുടെ ആത്മാവ് ക്ഷീണിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ശബ്ദം അസഹ്യമായി തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ഉത്സാഹം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ? അതിനാൽ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തി. എന്റെ മക്കളെ, അത് ദുഷ്ടതയല്ല, അത് നിങ്ങളുടെ വേദനയുടെ സത്യമാണ്. ഞാൻ അതിനെ നിന്ദിക്കുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതായി എന്ന്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുകയാണ്. അത് തന്നെ തെളിവാണ്. വിശ്വാസം നിങ്ങൾക്കുള്ളിൽ ജീവനോടെ ഉണ്ട്. ഒരു തീ ചാരത്തിനടിയിൽ മറഞ്ഞാലും അത് തീ തന്നെയാണ്. ഞാൻ ആ ചാരങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് തവണ എന്റെ അടുക്കലേക്ക് വരാൻ ആഗ്രഹിച്ചു, പക്ഷേ ഇപ്പോൾ അല്ല എന്ന് ഉള്ളിൽ ഒരു ശബ്ദം പറഞ്ഞു. ഞാൻ കുറച്ച് നല്ലവനായി മാറിയിട്ട് വരാം എന്ന്. എന്റെ മക്കളെ, നിങ്ങൾ നല്ലവരാകാൻ വേണ്ടിയാണ് എന്നിലേക്ക് വരേണ്ടത്. നല്ലവരായ ശേഷം അല്ല, നിങ്ങളുടെ അപൂർണതകൾ തന്നെയാണ് എന്റെ ക്ഷണം. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്ന്. അതെ, ചില നിമിഷങ്ങളിൽ മൗനം തന്നെ പ്രാർത്ഥനയാണ്. നിങ്ങൾ എന്റെ അടുക്കലിരുന്ന് ഒന്നും പറയാതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എന്റെ ഹൃദയത്തോട് സംസാരിക്കുന്നു. ആ സംഭാഷണം വാക്കുകളേക്കാൾ ആഴമുള്ളതാണ്. നിങ്ങളുടെ ആത്മാവ് വീണ്ടും ശ്വാസമെടുക്കാൻ തുടങ്ങുന്ന സൂചനകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ചെറിയ കാര്യങ്ങളിൽ പോലും അല്പം ലഘുത്വം, ഒരു നിമിഷത്തെ ശാന്തി. അവ വലിയതല്ലെന്ന് നിങ്ങൾ കരുതാം. പക്ഷേ എന്റെ മക്കളെ, അതാണ് പുതുക്കലിന്റെ തുടക്കം. ഒരു വിത്ത് പൊട്ടുമ്പോൾ വലിയ ശബ്ദമില്ല. നിങ്ങൾ ഒരുപാട് നാളായി ഉള്ളിൽ സൂക്ഷിച്ച ക്ഷമിക്കാത്ത ഓർമ്മകൾ ഉണ്ട്. ചില വാക്കുകൾ, ചില പ്രവർത്തികൾ. അവ വീണ്ടും വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കുന്നു. എന്റെ മക്കളെ, അവയെ ഒറ്റയ്ക്ക് നേരിടാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. അവയെ എന്റെ കൈകളിൽ വെക്കൂ. ഞാൻ അവയെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യും. നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ അവകാശമുണ്ടോ എന്ന്. ഇത്രയൊക്കെ കഴിഞ്ഞ ശേഷം എന്റെ മക്കളെ, സന്തോഷം ഒരു പ്രതിഫലം അല്ല, അത് എന്റെ ദാനം ആണ്. നിങ്ങൾ അനുഭവിച്ച വേദന സന്തോഷത്തെ വിലക്കാനുള്ള അധികാരം ഇല്ല. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ക്ഷീണിച്ചിരിക്കാം, പക്ഷേ അത് തകർന്നിട്ടില്ല. തകർന്നാൽ പോലും ഞാൻ അത് ഉപേക്ഷിക്കില്ല. ഞാൻ ഒടിഞ്ഞ നാളികേരം തള്ളുന്നവനല്ല, പൊട്ടിയ ഹൃദയം ചേർക്കുന്നവനാണ്. നിങ്ങൾ ഇപ്പോഴും എന്റെ കൈകളിലാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാൻ ശക്തിയില്ലെന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, തുടങ്ങാൻ നിങ്ങൾക്ക് മുഴുവൻ ശക്തിയും വേണ്ട ഒരു സമ്മതം മതി. കർത്താവേ, ഞാൻ ക്ഷീണിച്ചു എന്നൊരു സത്യവാക്ക് മതി. ബാക്കി ഞാൻ ചെയ്യും. നിങ്ങൾ ഈ വാക്കുകൾ വായിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ പ്രതികരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്റെ ആത്മാവിന്റെ സ്പർശമാണ്. അതിനെ അടച്ചുപൂട്ടരുത്. അതിനെ അനുവദിക്കൂ. നിങ്ങൾ എല്ലാം നിയന്ത്രിക്കേണ്ട ചില കാര്യങ്ങൾ എനിക്ക് വിട്ടുകൊടുക്കൂ. നിങ്ങൾ ഒരുപാട് കാലമായി ജീവിച്ചിരുന്നത് അതിജീവനത്തിലായിരുന്നു. ഇനി ജീവൻ അനുഭവിക്കേണ്ട സമയമാണ്. ശ്വാസമെടുക്കേണ്ട സമയമാണ്. വിശ്രമിക്കേണ്ട സമയമാണ്. അതിനാലാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ വിളിക്കുന്നത്, എന്നിലേക്ക് വരുവിൻ. നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളെ മാറ്റാൻ ആദ്യം ശ്രമിക്കില്ലെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കും. ആ സ്നേഹത്തിലാണ് നിങ്ങൾ പതുക്കെ മാറുന്നത്. ഭയം കുറഞ്ഞു വരും. കുറ്റബോധം ലഘുവാകും. ആത്മാവ് ശാന്തമാകും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ യാത്ര ഒറ്റയ്ക്ക് നടക്കേണ്ട. നിങ്ങൾ ക്ഷീണിച്ചപ്പോൾ നിൽക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരാളായി ഞാൻ ഇവിടെ ഉണ്ടാകും. നിങ്ങൾ വീണാൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരാളായി ഞാൻ ഉണ്ടാകും.
നിങ്ങൾ കരഞ്ഞാൽ നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കുന്ന ഒരാളായി ഞാൻ ഉണ്ടാകും. അതിനാൽ ഇനി നിങ്ങൾ ഓടേണ്ട, തെളിയിക്കേണ്ട, താരതമ്യം ചെയ്യേണ്ട എന്റെ അടുക്കലേക്ക് വന്ന് വിശ്രമിക്കൂ. നിങ്ങളുടെ ആത്മാവ് വീണ്ടും ജീവൻ നേടുന്നവരെ ഞാൻ നിങ്ങളെ വിട്ടുകളയില്ല, കാരണം നിങ്ങൾ എന്റെ മക്കളാണ്. എന്റെ സ്നേഹത്തിന് അവസാനമില്ല. എന്റെ വിളി ഇന്നും നിലനിൽക്കുന്നു, എന്നും നിലനിൽക്കും. ആത്മീയമായി ക്ഷീണിച്ചവരെ എന്നിലേക്ക് വരുവേൻ.